എൻ്റെ പൊന്നുപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നത്തേക്ക് 4 വർഷം തികയാണ്. ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും എൻ്റെ ഉപ്പാൻ്റെ ഖബർ വിശാലമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ അമ്പലത്തിൽ കയറിയിട്ട് ഒരു വിഗ്രഹത്തിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചാലും എൻ്റെ ഈമാൻ അത് ഒരു ഈമാൻ പോകുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പോകുന്നുള്ളത്. അപ്പൊ നമ്മുടെ ജാസി പുള്ളിക്കാരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ആളൊരു ട്രാൻസ്ജെൻഡർ ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായ ആളുകൾക്കൊക്കെ ജാസിയെ പരിചയം ഉണ്ടാവും. ഇടയ്ക്കിടെ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് എപ്പോഴും ലൈം ലൈറ്റിൽ ഉണ്ട് കക്ഷി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഫെയിം സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ജാസിയുടെ ഇന്റർവ്യൂ വരുന്നത്. ജാസി ഇതുവരെയും ഒരു ഇന്റർവ്യൂവിലും പറയാത്ത ചില കാര്യങ്ങളെ കുറിച്ച് ഈ ഇന്റർവ്യൂവിൽ തുറന്നു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തന്റെ മതപരമായിട്ടുള്ള നിലപാടുകളെ കുറിച്ചൊക്കെ ജാസി തുറന്നു പറയുന്നുണ്ട്. അറിയാലോ, ജാസി ഒരു മുസ്ലിമാണ്. ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ വിഭാഗത്തെ മതം അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകളും ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. എന്നാൽ മതം ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ജാസി മതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുന്നത്. ഈ അടുത്ത് ഖുർആൻ അതൊന്നൊരു റീൽ ഇൻസ്റ്റയിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. അസ്സലാമു അലൈക്കും, ജാസിയാണ്. ഇന്ന് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കേട്ടോ. എൻ്റെ പൊന്നുപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നത്തേക്ക് 4 വർഷം തികയാണ്. ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും എൻ്റെ ഉപ്പാൻ്റെ ഖബർ വിശാലമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഞാനും വീട്ടിൽ പ്രാർത്ഥിച്ചു. ചെറിയ രീതിയിൽ മൊയ്ലൂദ് പോലൊക്കെ ചെയ്തു. ഫുഡെല്ലാം ഉണ്ടാക്കി, നെയ്ച്ചോ. കണ്ടല്ലോ, ഇത് കണ്ട പലരും പല അഭിപ്രായങ്ങളും പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. 1-2 കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ഖുർആൻ തൊടാനുള്ള യോഗ്യതയുണ്ടോ? ബിസ്മി ചൊല്ലി കള്ളു കുടിക്കുന്ന അവസ്ഥയായല്ലോ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണ്ടേ? ധാവണയൊക്കെ കൊടുത്തിട്ട് പൊട്ട് തൊട്ട് അമ്പലത്തിൽ പോയി തൊഴുതി നടക്കുന്ന നീയാണോ? ഖുർആൻ തസ്ബീഹ് മാലെടുത്ത് എന്തിനാടാ? ഇങ്ങനെ പോകുന്ന കമന്റുകൾ. ഭൂരിഭാഗം പേരും ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാരി എടുത്ത് പൊട്ട് തൊട്ട് വേഷം കെട്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന നിനക്ക് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത് ജാസി ക്ഷേത്രത്തിൽ പോയതും പ്രാർത്ഥിക്കുന്ന പോലെ കൈ കൂപ്പി നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ എടുത്തതും ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. അന്ന് ചെറിയ വിവാദമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സംഭവത്തെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഒരു കമന്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനെല്ലാമുള്ള മറുപടി ഈ ഇന്റർവ്യൂവിലൂടെ ജാസി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. സോ നമുക്ക് ആദ്യം ആ ഇന്റർവ്യൂവിൽ ചില ഭാഗങ്ങൾ കണ്ട് തിരിച്ചു വരാം. ഇപ്പൊ ജാസിയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ജാസി ആണെങ്കിൽ ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടു, നിസ്കരിക്കുന്ന അങ്ങനെ ഇത് കണ്ടു. അപ്പം ഇപ്പോഴും ആ ഒരു വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ജാസിക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരു മുസ്ലിമാണ്. എന്റെ ഈമാൻ എന്റെ ഉള്ളിലാണ്. ഞാൻ ഇപ്പോ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ഒരു വിളക്കെടുപ്പിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വിളക്കെടുക്കാനല്ല, എന്റെ ഫ്രണ്ട് കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ അമ്പലത്തിന്റെ ആ പടി അങ്ങ് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് ഒരു ഇത് വരാണ്ട്, എന്റെ പഠിച്ചോനെ എന്നോട് പൊറുക്കണേ. കാരണം ഞാൻ വേറെ നല്ല ഇതിന് വേണ്ടി പോകുന്നത്. ഞാൻ ഒരു കുട്ടീനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പൊ എനിക്ക് ഈ അമ്പലങ്ങൾ കാണുക, പഴയ പള്ളികൾ കാണുക, പഴയ കൊട്ടാരങ്ങൾ കാണുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അമ്പലത്തിലുള്ളിൽ വിഗ്രഹം കാണാൻ ഞാൻ അഫ്കോഴ്സ് ആ അമ്പലത്തിലുള്ളിൽ വിഗ്രഹം എങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉള്ളിലേക്ക് പോയത്. അപ്പോഴാണ് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അത് വേറൊരു മാറ്റർ ആണ്. ഓക്കെ, പഠിച്ചോനെ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ് അമ്പലത്തിൽ കയറിയത് എന്നാണ് പറയുന്നത്. ആക്ച്വലി അമ്പലത്തിൽ കയറിയെന്ന് വിചാരിച്ച ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. പഠിച്ചോനോട് പൊറുക്കലിന് തേടേണ്ട ആവശ്യമില്ല. ഈ അന്യമതസ്ഥർക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ള അമ്പലങ്ങളുണ്ട്. ഞാൻ ബാലി പോയ സമയത്ത് അറിയാലോ, ബാലി എന്ന് പറയുന്ന ഹിന്ദുക്കൾ ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. ഞാനൊക്കെ അവിടെ പോയി വിസിറ്റ് ചെയ്തതുമാണ്. ഇഷ്ടംപോലെ മുസ്ലിംസ് വന്ന് ആ സ്ഥലങ്ങളിലൊക്കെ വന്നു പോകാറുണ്ട് എന്നുള്ളതാണ്. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. ഇനി ഇതേപോലെ അന്യമതസ്ഥർക്ക് കയറാൻ അനുവാദമില്ലാത്ത അമ്പലങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അനുവാദമുള്ള അമ്പലങ്ങളിൽ കയറുന്നതും അവിടെ ചുറ്റി കാണുന്നതും ഒക്കെ ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇസ്ലാം മതവിശ്വാസ പ്രകാരം അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. എന്തായാലും ജാസിയുടെ ഈ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് 2 രീതിയിലുള്ള കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. തികച്ചും ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലുള്ള 2 കമന്റുകളാണ്. അതൊന്ന് വായിച്ചുതരാം. പഠിച്ചവനോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറിയോ? പഠിച്ചവൻ ആരാ? നിന്റെ വേലക്കാരനാണോ? ഈ കമന്റ് ഇട്ട ആൾക്ക് ജാസി പഠിച്ചവനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഇഷ്ടമായില്ല. നീ പറയുമ്പോൾ ക്ഷമിച്ചു ചേരാൻ പഠിച്ചവൻ നിന്റെ വേലക്കാരനാണോ എന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത്. ഈ കമന്റ് ഇട്ട ആളൊരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് തോന്നുന്നു. ഇയാൾക്ക് ജാസി അമ്പലത്തിൽ കയറിയപ്പോ പഠിച്ചവനെ പൊറുക്കണേ എന്ന് പറഞ്ഞത് എന്തോ ദൈവത്തെ കളിയാക്കിയത് പോലെയാണ് തോന്നിയത്. ഇനി അടുത്ത കമന്റ് നോക്കാം. ജാസി പഠിച്ചവനോട് ക്ഷമിക്കാൻ പറഞ്ഞു. കയറി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്തോ മോശമാണെന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അകത്തെ വിഗ്രഹം കാണാൻ ക്ഷേത്രത്തിലെ മ്യൂസിയം അല്ല, ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ളതാണ്. എല്ലാം ബഹുമാനത്തോടെയും പറയട്ടെ. പ്രഹസനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ വരാതിരിക്കുക. വരുമെങ്കിൽ വന്ന ശേഷം തള്ളി പറയാതിരിക്കാൻ ധൈര്യം കാണിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ വായിച്ച കമന്റിന്റെ നേരെ ഓപ്പോസിറ്റ് പെർസ്പെക്റ്റീവിലുള്ള ഒരു കമന്റ് ആണിത്. ഈ കമന്റ് ചെയ്ത ആൾ ഒരു ഹിന്ദുമത വിശ്വാസിയാണെന്ന് തോന്നുന്നു. ജാസി പഠിച്ചവനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അമ്പലത്തിൽ കയറിയത് ഇയാൾക്കും അങ്ങ്
ഇഷ്ടപ്പെട്ടിട്ടില്ല. ജാസി ഹിന്ദു മതത്തെ അപമാനിച്ചതായിട്ടാണ് ഇയാൾക്ക് തോന്നിയത്. പഠിച്ചവനോട് മാപ്പ് ചോദിച്ച് കയറാൻ മാത്രമുള്ള ഒരു മോശം സ്ഥലമൊന്നുമല്ല അമ്പലം എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഒരേ പ്രവൃത്തിയെ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ നോക്കി കാണുന്ന രണ്ട് വ്യത്യസ്ത കമന്റുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആ ഒരു പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ രണ്ട് കമന്റുകളും നമ്മൾ തിരഞ്ഞെടുത്തത്. പിന്നെ രണ്ടാമത്തെ കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ വെറും പ്രഹസനത്തിന് വേണ്ടി ഏതൊരു ആരാധനാലയത്തിലും പോകാതിരിക്കുക എന്നുള്ളത് ഒരു ബേസിക് മര്യാദയാണ്. ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഷോ ഇറക്കിയത് ഇതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും എല്ലാം എല്ലാവരും അറിഞ്ഞതാണല്ലോ. എന്തായാലും തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ജാസി സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മതത്തെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചമയവിളക്കിന് പോയത്? അത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഈ ചമയവിളക്കാണെങ്കിലും ആണുങ്ങൾ പെൺവേഷം കെട്ടിപ്പോയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷെ ജാസി ഒരേ സമയം പറയുന്നു ഞാനൊരു പെണ്ണാണ്, ഞാൻ വിളക്കെടുക്കാൻ പോയതല്ല, അവിടെ ആണുങ്ങളാണ് വിളക്ക്. എന്തുകൊണ്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നല്ലോ. അവിടെ പ്രാർത്ഥിക്കണോണ്ട് എന്താ പ്രശ്നമുള്ളത്? എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരേപോലെ. ഞാൻ പള്ളിയിൽ പോവാറുണ്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ പോവാറുണ്ട്, ഹിന്ദു അമ്പലത്തിൽ പോവാറുണ്ട്. ഇപ്പൊ അടുത്തും കൂടെ ഞാനിപ്പോ ഇവിടെ വൈറ്റിലെ ഒരു ടെമ്പിളിൽ ഞാൻ പോയിരുന്നു അവിടുത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് പോകാം. പക്ഷെ നമ്മൾ ആ ഒരു അമ്പലത്തിൽ കയറിച്ച് നമ്മൾ ഹിന്ദുക്കളാവും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി പോയിട്ട് കുമ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളാവും. അങ്ങനെയല്ലേ, നമ്മുടെ ഉള്ളിൽ ഈമാൻ നമ്മുടെ ഉള്ളിലല്ലേ. ഇതിപ്പോ കുറെ മൂല്യന്മാരെടുത്ത് ആഘോഷിക്കും, കുഴപ്പമില്ല, അവർ കുറെ അരി വാങ്ങട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ജാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഉള്ളിലാണ് വിശ്വാസമുള്ളത് എന്നാണ് പറയുന്നത്. അത്യാവശ്യം ലിബറൽ ആയി ചിന്തിക്കുന്ന ഒരു വിശ്വാസിയാണ് ജാസി എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസത്തെ എങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മൾ എന്ന വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, മറ്റാരെയും അത് ബാധിക്കില്ല, ബാധിക്കാൻ പാടില്ല. ജാസിക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ വിശ്വാസത്തെ കൊണ്ട് നടക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ അത് സ്വീകരിക്കണമോ വേണ്ടോ എന്നുള്ളത് പഠിച്ചവന്റെ മാത്രം തീരുമാനമായിരിക്കും. നമ്മൾ ആരും അത് ജഡ്ജ് ചെയ്യാൻ മാത്രം വലിയ ആളുകളായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാക്കിയൂടെ കേട്ടുനോക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഏത് മതത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്രയോ ക്രിസ്ത്യൻസ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ വേറെയുള്ള അമ്പലത്തിൽ പോകുന്നുണ്ട്, എത്ര മുസ്ലിങ്ങൾ പോകുന്നുണ്ട്. മുസ്ലിങ്ങൾ പോകുന്നത് എനിക്കറിയില്ല. മുസ്ലിം പള്ളിയിൽ തന്നെ ഹിന്ദുക്കൾ പോകുന്നില്ലേ? അത് പോകുന്നുണ്ടാവും, പക്ഷെ അവർക്കൊന്നും അത് വലിയ നിശ്ചിതമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇസ്ലാം മതത്തിൽ വളരെ കർശനമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ കല്ലുകൾ എല്ലാം അങ്ങനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നിട്ട് ജാസി എന്തുകൊണ്ടാണ് അവിടെ പോയി പ്രാർത്ഥിച്ചത്? അത് നോമ്പിന്റെ സമയത്താണെന്നുള്ളത് ജാസി ഓർക്കണം. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയെ കരിവാരി തേക്കാനല്ലേ ജാസി നോക്കുന്നത്? ഒരിക്കലുമില്ല. ഞാൻ നോമ്പ് 2 മണിക്കാണ് ഞാൻ പോകുന്നത്, പുലർച്ചെ 2 മണിക്ക്. ഞാൻ അന്ന് നോമ്പ് എടുത്ത വ്യക്തിയാണ്. നോമ്പ് പിടിച്ച ശേഷം എല്ലാം കഴിഞ്ഞ ശേഷം ഈ കുട്ടിയെ മേക്കപ്പ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നോമ്പ് പറഞ്ഞതിന് ശേഷം പോകുന്നത്. പിന്നെ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർ ജാസ്തി ഒന്നും ഇങ്ങനെ തൊഴിൽ നിൽക്കും. എന്റെ മുമ്പിൽ ഒരു അമ്പലമോ വിഗ്രഹമോ ഒന്നുമില്ല. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ വിഗ്രഹം ഇതൊക്കെ അവർ അടുത്ത ക്ലോസപ്പ് എടുത്ത പറഞ്ഞു. എന്റെ ഫ്രണ്ടിൽ ഒരു ആൽമരായിരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കി ഇങ്ങനെ വെറുതെ പ്രാർത്ഥിക്കുന്ന ഒരു ഷോട്ടാണ് അവർ എടുത്തത്. അത് അവർ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തേ ഉള്ളൂ. അത് അവർക്ക് ഒരു വീഡിയോ കിട്ടിക്കൊണ്ടിച്ച് അങ്ങനെ എടുത്തേ ഉള്ളൂ. പിന്നെ ഇപ്പൊ അഥവാ ഞാൻ ഇപ്പൊ അമ്പലത്തിൽ കയറിയിട്ട് ഒരു വിഗ്രഹത്തിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചാലും എന്റെ ഈമാൻ അത് ഒരു ഈമാൻ പോകുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പോകുന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അമ്പലത്തിൽ കയറാം, കൈ കൂപ്പി ഫോട്ടോ എടുക്കാം. പക്ഷെ അവിടുത്തെ വിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിക്കുന്നത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണ്. പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, മതവിശ്വാസ പ്രകാരം തെറ്റാണെന്നാണ് പറഞ്ഞത്. ആരും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്റെ ഉള്ളിലുള്ള ഈമാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജാസി പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ജാസി ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയൊരു വൈരുദ്ധ്യം കൂടി ഉണ്ട്. ഒരു കമന്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട്, ഞാനത് വായിച്ചുതരാം. ഡിയർ ജാസി, നിങ്ങൾ ആദ്യം പറഞ്ഞു അമ്പലത്തിലേക്കും മറ്റും കയറുന്നത് അവിടെ കാണാനുള്ള കൗതുകം കൊണ്ടാണ്, മനസ്സിൽ അപ്പോൾ പഠിച്ചവനെ പൊറുക്കണേ എന്ന് കരുതാറുണ്ടെന്നൊക്കെ. പിന്നെ പറയുന്നു അവിടെ പ്രാർത്ഥന നടത്തിയത് നിങ്ങളുടെ ഇഷ്ടമെന്നൊക്കെ. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ നിലപാട്? അതാണ് അമ്പലത്തിൽ കയറുമ്പോൾ പോലും പഠിച്ചവനെ പൊറുക്കണം എന്ന് പറയുന്ന ആള് തന്നെ അമ്പലത്തിൽ കയറി വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നത് ചെറിയൊരു വൈരുദ്ധ്യമുണ്ട് അല്ലെ? എനിക്കിവിടെ തോന്നി എന്താണെന്ന് വെച്ചാണെങ്കിൽ ജാസി തന്റെ നിലപാടുകൾ പറയാൻ ശ്രമിച്ചതിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ് അത് എന്നുള്ളതാണ്. തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണല്ലോ ഇത്. സോ മാക്സിമം സേഫായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അതൊന്നും വലിയ കാര്യമാക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം മതപ്രകാരം ജാസി ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയായിരിക്കില്ല. ജാസി തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ശരികൾ മാത്രം ചെയ്യുന്ന ഒരു വിശ്വാസിയെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ജാസി തിരിച്ചു ചോദിക്കുന്നുണ്ട്. പല ഉദാഹരണങ്ങൾ എടുത്ത് പറയുന്നുമുണ്ട്. ജാസി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഇസ്ലാം മതത്തിൽ TV കാണാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അന്ന് ഈ നിയമം ഇറക്കിയ അതേ ആളുകൾ തന്നെയാണ് യൂട്യൂബ് ചാനൽ നടത്തുന്നത്. ആ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ച് ജാസി തുറന്ന് കാണിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടം മാറുമ്പോഴും മതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. ഓരോ മതത്തിലും എത്ര വിഭാഗങ്ങളാണ് ഉള്ളത് എന്ന് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ഈ ഇസ്ലാം മതത്തിൽ തന്നെ ഇഷ്ടംപോലെ വിഭാഗങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് പല വിഭാഗങ്ങളും. മനുഷ്യരുണ്ടാക്കിയതാണത്, അല്ലാതെ ദൈവം ഉണ്ടാക്കി തന്നതല്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരുടെയും വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവും. സോ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആർക്കും മറ്റൊരാളുടെ വിശ്വാസത്തെ ജഡ്ജ് ചെയ്യാനുള്ള യോഗ്യതയില്ല എന്നുള്ളത്. പക്ഷേ വിശ്വാസത്തിന്റെ പേരിൽ എന്ത് തോന്നിയാസം കാണിച്ചാലും മിണ്ടാതിരിക്കണമെന്ന അർത്ഥം അതിനില്ല കേട്ടോ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ ഇനി കൂടുതലൊന്നും പറയാനില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.